Hello friends, welcome to the channel. അപ്പോൾ നമുക്കറിയായിരിക്കും ആമസോൺ നമ്മുടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ലാപ്ടോപ്സ്, മൊബൈൽ, AC അതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഡീൽസ് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് പോയി തപ്പാനും ആമസോണിൽ പോയി തപ്പി പിടിച്ച് കമ്പയർ ചെയ്യാനും അതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പേജ് കൂടെ അടിച്ചാൽ മതിട്ടാ. ലിങ്കുകളിലൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അധികം പറയാൻ പോകുന്ന ആദ്യം തന്നെ ബെസ്റ്റ് പ്രീമിയം ലാപ്ടോപ്പിൻ്റെ ഡീലുകളാണ്. അതിൽ ആദ്യം തന്നെ അസൂസിൻ്റെ വിവോ ബുക്ക് 16i9 ലാപ്ടോപ്പിൻ്റെ കാര്യമാണ്. അത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് 67,999 അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ 13 ജനറേഷൻ്റെ ഇൻ്റൽ കോർ i9 പ്രൊസറാണ് വരുന്നത്. 16 GB റാമും 512 GB SSD വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെൽ ഇൻസ്പിറോൺ 7430 ആണ്. 2-in-1 നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാണ്. അതിന് ആക്ച്വലി ഇപ്പോൾ 43740 വരുന്നുണ്ട്. 13 ജൻ ഇൻ്റൽ കോർ i3 അതുപോലെ തന്നെ 8 GB റാമും 256 GB SSD ആണ് വരുന്നത് കേട്ടോ. പിന്നെ HP പവലിയൻ്റെ എയ്റോ R7 ലാപ്ടോപ്പ് വരുന്നുണ്ട്. 77 രൂപയാണ് ശരിക്കും. നമുക്കിപ്പോൾ എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് 65 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. AMD Ryzen 7 8840U ആണ് പ്രൊസസ്സർ. അതുപോലെ തന്നെ 16 GB റാമും 512 GB SSD വരുന്നുണ്ട് കേട്ടോ. ലിനോവ ഐഡിയാപാഡ് സ്ലിം 5ന് നമുക്ക് 66 രൂപയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 13 ജനറേഷൻ ഇൻ്റൽ കോർ i3 ആണ് വരുന്നത്. 16 GB റാം 512 GB SSD വരുന്നുണ്ട് കേട്ടോ. പിന്നെ അസൂസിൻ്റെ തന്നെ വിവോ ബുക്ക് S15 OLED ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. iCore i5 ആണ് വരുന്നത്. അതുപോലെ തന്നെ 16 GB റാമും 1 TB SSD വരുന്നുണ്ട്. അതിന് നമുക്ക് ആക്ച്വലി ഇപ്പോൾ 66 രൂപയായിട്ടുണ്ട്. അതിനും ഓൾമോസ്റ്റ് 10,000 രൂപയുടെ ഡിഫറൻസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസൂസ് ബുക്ക് സെൻ ബുക്ക് 14 ടച്ച് അതിന് നമുക്ക് 94,000 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 12,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. അൾട്രാ 125H പ്രൊസറാണ് വരുന്നത്. നല്ല കിടിലൻ പ്രൊസറാണ്. 16 GB റാമും 1 TB SSD വരുന്നുണ്ട് കേട്ടോ. പിന്നെ HP Envy ലാപ്ടോപ്പ് X360 വരുന്നുണ്ട്. അതിന് നമുക്ക് 67 രൂപയാണ് വരുന്നത്. 80 രൂപയുടെ സാധനമാണ്. ഓൾമോസ്റ്റ് ഒരു 13-14 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. i5 കോർ പ്രൊസറാണ് വരുന്നത്. 13 ജനറേഷൻ അതുപോലെ തന്നെ 16 GB റാം 512 രൂപ. പിന്നെ നമ്മുടെ മാക്ബുക്ക് M1 ഉണ്ടല്ലോ, അതിനിപ്പോൾ 58 രൂപ ആയിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് എന്താ പറയുക, നമുക്ക് വിത്തൗട്ട് കാർഡ് ഓഫർ ഇല്ലാണ്ട് തന്നെ 58 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ മാക്ബുക്ക് എയർ പ്രോ ഒക്കെ ആണെങ്കിൽ, മാക്ബുക്ക് പ്രോ ആണെങ്കിൽ നമുക്ക് 14 ഇഞ്ചിൻ്റെ M3 Pro ചിപ്പിൻ്റെ 12 കോർ CPU 18 കോർ GPU ആണെങ്കിൽ 2,20,000 രൂപയായിട്ടുണ്ട് കേട്ടോ. M1 ഞാൻ ആക്ച്വലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ബേസിക് യൂസും അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ഓൾറെഡി ഉണ്ടാകും, നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും. ഞാൻ പക്ഷേ അതിപ്പോൾ വിറ്റു കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ സാംസങ് ബുക്കും നല്ല കിടിലൻ ലാപ്ടോപ്പുകളാണ്. ഞാൻ ഒരെണ്ണം എടുത്താലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. സാംസങ് ബുക്ക് തന്നെ എൻ്റെ സെക്കൻഡറി ഫോണും ഇതിപ്പോൾ സാംസങ് ആണ്. സെക്കൻഡറി ഫോണ് അതുപോലെ തന്നെ ടാബ് ഇതൊക്കെ സാംസങ് ആണ്. അപ്പോൾ ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഇപ്പോൾ ഉള്ളത് അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. പിന്നെ മെയിൻ ഡെസ്ക്ടോപ്പാണ്. പിന്നെ മാക്ബുക്ക് ആയിരുന്നു. മാക്ബുക്ക് ഞാൻ ഇപ്പോൾ കൊടുത്തു. നമ്മുടെ ഇതിൻ്റെ തന്നെ സാംസങ് ബുക്കിൽ തന്നെ നമുക്കൊരു കിടിലൻ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് കാണിച്ചു തരാം. സാംസങ് ബുക്ക് 4-നാണ് തോന്നുന്നുണ്ട്. 4-ന് സാംസങ് ബുക്ക് 4 16 GB റാം 512 GB SSDക്ക് 15.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നതിന്, അതായത് i5 പ്രൊസസ്സർ വരുന്നതിന് നമുക്കിപ്പോൾ 61 രൂപയാണ് വരുന്നത് കേട്ടോ. 16 GB 61 രൂപയാണ് വരുന്നത് വിത്തൗട്ട് ഓഫർ കേട്ടോ. നിങ്ങൾക്ക് ഒരു SBI കാർഡൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ 3,000 രൂപയും എക്സ്ട്രാ കിട്ടും ചെയ്യും. അപ്പോൾ അതൊരു കിടിലൻ ഡീൽ തന്നെയാണ്. വലിയ ലാപ്ടോപ്പാണ്. നോർമൽ നമ്മൾ 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പ് പോലത്തെ ലാപ്ടോപ്പല്ല. പിന്നെ ഭയങ്കര തിന്നാണ്. ഓൾമോസ്റ്റ് കണ്ടാൽ നമ്മുടെ മാക്ബുക്കൊക്കെ പോലെ ഇരിക്കട്ടെ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി ബുക്കുകൾക്ക് നല്ല ബാക്കപ്പ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കിടിലൻ ഡീലുകളാണ്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക മൊബൈൽസ് ഡീലിലേക്ക് പോവാം. മൊബൈൽ ഡീലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതിൽ ആദ്യത്തെ വന്നേക്കുന്നത് നമ്മുടെ iPhone 13 ആണ്. iPhone 13 ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു 40 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല ശരിക്കും. പക്ഷേ നിങ്ങളൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ 2024 iPhone 13 ഒക്കെ ഭയങ്കര പഴയതാണ്. അപ്പോൾ അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ മാക്സിമം 15 എടുക്കായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് 15 നമുക്ക് ഓൾമോസ്റ്റ് ഒരു 55,000 ആ റേഞ്ചൊക്കെ വരും. പിന്നെ അങ്ങനെ ബഡ്ജറ്റ് കൺസേൺ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone 13 ആമസോൺ ത്രൂ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് S24 ആക്ച്വലി നമ്മുടെ ഇതിൽ ഓഫർ വന്നിട്ടുണ്ട്. നമ്മുടെ ആമസോണിൽ OnePlus 12R വന്നിട്ടുണ്ട്. 34 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല 40,000 രൂപയുടെ താഴെ വരുന്ന ഫോണുകളിൽ
കിടിലൻ സാധനം തന്നെയാണ് 12 വാർ. 12 OnePlus 12 നല്ല സൂപ്പർ സാധനമാണ്. അതും നിങ്ങളൊരു 50,000 to 60,000 റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, വൺ ഓഫ് ദ ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കിടിലൻ സാധനം തന്നെയാണ്. 55,000 രൂപ കിട്ടുന്നുണ്ട് കേട്ടോ. OnePlus ഓപ്പൺ 1,00,000 താഴെ ആയിട്ടുണ്ട് ഇപ്പോൾ. മോട്ടോ റൈസർ 50ക്ക് 49,000 രൂപയായിട്ടുണ്ട്. ഗാലക്സി S24 Ultra 1,20,000 ആയിട്ടുണ്ട്. S23 Ultra 69,999 ആയിട്ടുണ്ട്. Xiaomi 14 ഇപ്പോൾ 46,000 രൂപയായിട്ടുണ്ട് വിത്ത് ഓഫർ. അപ്പോൾ അങ്ങനെ കുറേ S24 59,000 രൂപയായിട്ടുണ്ട് അപ്പോൾ വിത്തൗട്ട് ഓഫർ. അപ്പോൾ അങ്ങനത്തെ കുറേ കിടിലൻ ഡീൽസും സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ AC കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പാനസോണിക്, ഡൈക്കിൻ, LG. പിന്നെ ബഡ്ജറ്റ് ഭയങ്കര കൺസേൺ ഉണ്ടെങ്കിൽ ലോയിഡും. കാരിയറും കുഴപ്പമില്ല, പക്ഷേ കാരിയറിന് സർവീസ് ഇഷ്യൂസുകളുണ്ട്. ബ്രാൻഡ് സൂപ്പറാണ്, US ബ്രാൻഡാണ്, പക്ഷേ മിക്ക പിൻകോഡിലും അവർക്ക് സർവീസ് ഇഷ്യൂസ് വരുന്നുണ്ട്. തേർഡ് പാർട്ടി സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് തേർഡ് പാർട്ടി ആൾക്കാരാണ്, അതിനനുസരിച്ച് നമ്മുടെ സർവീസ് ക്വാളിറ്റി മാറും. അപ്പോൾ അതാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാത്തത്. ഓഫർ ആക്ച്വലി പാനസോണിക്കിൻ്റെ 1.5 ടൺ 35,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാരിയറിൻ്റെ 1 ടൺ 3 സ്റ്റാറിന് 29 ആയിട്ടുണ്ട്. ഡൈക്കിൻ്റെ 1.5 ടൺ 3 സ്റ്റാറിന് 35 ആയിട്ടുണ്ട്. പാനസോണിക് 1.5 ടണ്ണിൻ്റെ 5 സ്റ്റാറിന് 43 ആയിട്ടുണ്ട്. ഹിറ്റാച്ചി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഗോദ്രേജ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, വോൾട്ടസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ക്രൂസ് ഒന്നുമില്ല. പിന്നെ LGയുടെ 1 ടൺ 4 സ്റ്റാറിന് 34 ആയിട്ടുണ്ട്. ഹയ്യർ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ഡീലുകൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ കുറേ പേര് നമ്മളിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ പാനസോണിക്കിൻ്റെ പുതിയ AC നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണിച്ചാൽ അതിൻ്റെ റിമോട്ടൊക്കെ ഇത് ഉണ്ട്. ഹോട്ട് ആൻഡ് കൂൾ മോഡൽ 1.5 ടണ്ണിൻ്റെ ഒരു AC ആണിത്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതല്ല, ഒരു 46-47 വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒടുക്കത്തെ കീഴിലെ പെർഫോമൻസ് ആണ്. എന്ത് പെട്ടെന്ന് അറിയോ സാധനം കൂളൊക്കെ റൂം. എൻ്റെ അത്യാവശ്യം വലിയ റൂമാണ്, 150 സ്ക്വയർ ഫീറ്റ്, 140 to 150 സ്ക്വയർ ഫീറ്റുള്ള റൂമാണ്. എന്ത് പെട്ടെന്ന് അറിയും. ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതിൽ കുറച്ചിട്ടാൽ തന്നെ നല്ല കൂളിംഗ് വരുന്നുണ്ട്. 26 എങ്ങനെ വേണ്ടു. പണ്ടത്തെ AC എൻ്റെ അതും സെയിം 1.5 ടൺ 3 സ്റ്റാർ തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ അത്യാവശ്യം ടൈം എടുക്കുമായിരുന്നു, ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കുമായിരുന്നു റൂം കൂളാവാൻ. ഈ സാധനം 5 മിനിറ്റ് വേണ്ട, അതും പവർഫുൾ മോഡൊന്നും വേണ്ട. പിന്നെ ഇത് കൺവേർട്ടബിൾ മോഡലാണ്. ഞാൻ നോർമലി ഏറ്റവും കുറച്ചിട്ടാണ് കൺവേർട്ടബിൾ. എൻ്റെ മെയിൻലി ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ കൺവേർട്ടബിൾ മോഡലിടുക. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഓട്ടോ മോഡലിടും, അപ്പോൾ അത് തന്നെ ഡിറ്റക്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ടാണ്. നമുക്ക് ക്ലീൻ ചെയ്യാറായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജും സംഭവമൊക്കെ വരും. ആപ്പിൽ കാണിക്കും, എനർജി കൺസപ്ഷൻ കാണിക്കും. എനർജി കൺസപ്ഷൻ ഭയങ്കര കുറവാണ്ടാക്കി, ശരിക്കും അത് ഇഷ്ടപ്പെട്ടു സംഭവമൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബെസ്റ്റ് ഡീല് ആമസോണിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തൊരു പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അനുസരിക്കാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക. അടുത്ത് വരണം.